കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 9 വയസ്സുകാരന് കൃത്യമായി ചികിത്സ നൽകിയില്ല. വയർവേദനയുമായി എത്തിയ കുട്ടിയെ കൃത്യമായി ചികിത്സിക്കാതെ പറഞ്ഞുവിട്ടതായും കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 19-നാണ് കഠിനമായ വയറുവേദനയെ തുടർന്ന് 9 വയസ്സുകാരനായ പാർത്ഥിവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. എന്നാൽ വയറിൽ ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കണ്ടെത്തിയത്. മരുന്നും നൽകി. നഴ്സായ ബന്ധു അപ്പൻഡിക്സിന്റെ സാധ്യത ഉൾപ്പെടെ പറഞ്ഞെങ്കിലും കൂടുതൽ പരിശോധനയ്ക്ക് ഡോക്ടർമാർ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. വയറുവേദന കൂടിയതോടെ കുടുംബം കുട്ടിയെയും കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അപ്പൻഡിക്സ് പൊട്ടി അണുബാധ ശരീരത്തിലാകെ പടർന്നതായി കണ്ടെത്തിയത്. അടിയന്തരമായി ശസ്ത്രക്രിയക്ക് കുട്ടിയെ വിധേയനാക്കിയെങ്കിലും ആരോഗ്യനില ഇനിയും മെച്ചപ്പെടാത്തത് കുടുംബത്തെ ആശങ്കയിലാക്കുന്നു. 3 മരുന്ന് തന്ന് വീട്ടിലേക്ക് വിട്ട് അന്നും ഒരു കുറവില്ല. അന്ന് ഉച്ചവരെ ഞങ്ങൾ ഈ മരുന്ന് കൊടുത്തു. എന്നിട്ട് കുട്ടി ഏകദേശം മരിച്ചു പോകുന്ന പോലെ കുട്ടി തന്നെ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറയുക, വേദന സഹിക്കാൻ പറ്റാതെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് കുന്നമംഗലം വിജയകുമാർ ഡോക്ടറെ അടുത്ത് വന്ന് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇത് അപ്പൻഡിസൈറ്റിസ് ആണ്, കുട്ടീൻ്റെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിസൾട്ട് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എമർജൻസി എഴുതി തന്ന് എമർജൻസി ചെയ്തു. പക്ഷേ റിപ്പോർട്ടിൽ ഒരുപാട് ഇൻഫെക്ഷൻ ആയിരുന്നു. ഒന്നല്ല, ക്രമാതീതമായിട്ട് ഇൻഫെക്ഷൻ. സാർ പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് പൊട്ടിയിട്ടുണ്ട്, എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. നമ്മളെപ്പോലെ ഈ സ്വകാര്യ ഹോസ്പിറ്റൽ അല്ലാതെ നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഇനിയൊരു കുട്ടികളെയും കൊണ്ട് വരുന്ന ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഇത് വരാൻ പാടില്ല. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് കുടുംബം പരാതി നൽകി. കൈരളി ന്യൂസ്, കോഴിക്കോട്.